ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഈ കടുകുമണി എന്ന വചന ശുശ്രൂഷ സമയത്ത് ധ്യാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 2-ാം തിരുവചനമാണ്. അവൻ അവരുടെ മുമ്പിൽ വെച്ച്, അതായത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇരിക്കുന്നത് അവൻ്റെ രൂപം മറ്റൊരു രൂപത്തിൽ കാണപ്പെട്ടു എന്നർത്ഥത്തിലാണ്. അവനെ മറ്റൊരു രൂപത്തിൽ കണ്ടു. പക്ഷെ ആ കണ്ട സമയത്ത് ഉണ്ടായ ഒരു സംഭവം നമ്മൾ ധ്യാനിക്കാൻ പോകുക. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി, അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. ഈ യേശുവിൻ്റെ സ്വർഗീയ ദർശനങ്ങൾ കാണുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. സൂര്യനെ പോലെ ജ്വലിക്കുന്നു. ലോകത്തിൽ ഒരിക്കലും ഒരിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു വെളിച്ചവും ഒരു വെണ്മയും അവിടെ കാണാം. ആ വെളുപ്പ് സ്വാഭാവികമായ ലോകത്ത് കാണുന്ന വെളുപ്പല്ല. ആ വെളിച്ചം സ്വാഭാവികമായ സൂര്യനിൽ നിന്നോ അഗ്നിയിൽ നിന്നോ കാണുന്ന പ്രകാശവുമല്ല. അതിസ്വാഭാവികമായ ഒരു വെളിച്ചവും വെണ്മയും. ഇവിടെ സത്യം പറഞ്ഞാൽ യേശുവിൽ കാണപ്പെട്ട ഈ വെളിച്ചത്തെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമായിട്ട് പലയിടത്തും നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 8:12 ഈശോ തന്നെ പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നാണ്. യോഹന്നാൻ 8:12. അതുപോലെ 2 പത്രോസ് 1:16 പത്രോസ് ലിഹ പറയുന്നുണ്ട്, ഞങ്ങൾ അവൻ്റെ ശക്തി പ്രാഭവത്തിൻ്റെ ദൃക്സാക്ഷികളാണ്. ഈശോയുടെ ശക്തിയുടെ പ്രാഭവം അത് താബോർ മലയിൽ വെച്ച് പത്രോസ് നേരിട്ട് കണ്ടതാണ്. വീണ്ടും വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ വെളിപാട് 1:16 പറയുന്നത് യേശുവിൻ്റെ മുഖം പൂർണ്ണ ശക്തിയോടെ പ്രകാശിപ്പിക്കുന്ന സൂര്യനെ പോലെ കാണപ്പെട്ടു എന്നാണ്. പൂർണ്ണ ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ ഈശോയുടെ മുഖം കാണപ്പെടുന്നു. യോഹന്നാൻ ശ്ലീഹായ്ക്കുണ്ടായ ഒരു അനുഭവമാണ്. അതുപോലെ 1 യോഹന്നാൻ 1:5 യോഹന്നാൻ ശ്ലീഹ പറയുന്നത് ദൈവം പ്രകാശമാണ് എന്നാണ്. 1 തിമോത്തി 1:16 പൗലോസ് ശ്ലീഹ പറയുന്നു, അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവനെ അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. പൂർണ്ണമായ ആ ദൈവ തിരുമുഖ ദർശനം, അതിനുള്ള ഭാഗ്യം നമുക്കാർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് ചില മേഖലകൾ ചില വിശുദ്ധാത്മാക്കൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ സങ്കീർത്തനം 104:2 പറയുന്നു, വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശം അണിഞ്ഞിരിക്കുന്നു. ഇത് സത്യത്തിൽ ഈ യേശുവിൻ്റെ വസ്ത്രം വെണ്മയുള്ളതായി കാണപ്പെട്ടു എന്ന് പറയുന്നത് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോവുക. അത് യേശുവിലുണ്ടായിരുന്ന ആ വെളിച്ചമാണ്. അത് റിയലാണ്, അത് റിഫ്ലക്ഷനല്ല. എന്നാൽ വസ്ത്രത്തിലുള്ളത് റിഫ്ലക്ഷനായിരുന്നു, പ്രതിഫലനമായിരുന്നു. യഥാർത്ഥത്തിലുള്ള വെളിച്ചം യേശുവാണ്. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളുപ്പ് അതിൻ്റെ പ്രതിഫലനമാണ്, റിഫ്ലക്ഷനാണ്. അതാണ് വലിയ വെണ്മയുള്ള ഒരു ഇതിൽ വസ്ത്രത്തെ ഈ 3 പേരും കാണാനിട വരാനുള്ള കാരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ ദൈവ സാന്നിധ്യഫലമായിട്ട് കിട്ടുന്ന, തൃത്വ സാന്നിധ്യഫലമായിട്ട് കിട്ടുന്ന ഈ ആന്തരിക ശോഭ, നമ്മുടെ ഉള്ളിലുള്ള വെണ്മ, അതാണ് ബാഹ്യമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിലൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. ഉള്ളിൽ ദൈവം വസിക്കുന്ന ആ അവസ്ഥയിൽ നമ്മിലൊരു പ്രകാശം ഉണ്ടാകും. ഒരിക്കൽ ഒരു ധ്യാന ഗുരുവിൻ്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഒരു അൽമായ സഹോദരൻ. അപ്പോൾ പ്രശസ്തനായ ഒരു ധ്യാനഗുരു ഞാനും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളുണ്ടെന്നറിഞ്ഞ് ആ ധ്യാനഗുരു ഈ അൽമായൻ്റെ കൂടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആ പ്രശസ്തനായ ധ്യാനഗുരു
ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്, കേരളത്തിലെല്ലാവരും അറിയുന്ന ആളാണ്, അത്ഭുതകരമായ ദൈവിക വരങ്ങളുള്ള ഒരു വ്യക്തിയാണ്. പേരിവിടെ പറയുന്നില്ല. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സംസാരിക്കുന്ന ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവർ രണ്ടുപേരും കയറി വന്നു കഴിഞ്ഞ ഉടനെ ചില കാര്യങ്ങൾ അച്ഛൻ ഇങ്ങനെ ഞങ്ങളോട് ഷെയർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ പ്രശസ്തനായ ധ്യാനഗുരു കുറച്ചേരം കണ്ണടച്ച് നിന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഉടനെ പ്രാർത്ഥനയിലേക്ക് കയറി. കാരണം അദ്ദേഹത്തോട് ദൈവം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനെ എനിക്ക് ഒറ്റയ്ക്കൊന്ന് പറയാനുണ്ട്. എന്നെ കൂട്ടിക്കൊണ്ട് ആ ധ്യാനഗുരു കുറച്ച് ദൂരേക്ക് മാറിയിട്ട് പറഞ്ഞു, മറ്റേ ആൾ കൂടെ നിൽക്കുമ്പോൾ ആ വിഷയം പ്രാർത്ഥിക്കുകയോ സന്ദേശമെടുക്കുകയോ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് തോന്നി, അച്ഛനൊന്ന് ഇടപെടണം, ആ വ്യക്തിയോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാമെന്ന് ധ്യാനഗുരു ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് മാറിപ്പോയിട്ട് ചോദിച്ചു, പിന്നെ എന്താണ് എന്താ പേര്, ജോലി കാര്യമെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആ അച്ഛനും കൂടെ വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് അച്ഛൻ വന്നു. അച്ഛൻ പറഞ്ഞു, അച്ഛാ വലിയ വരങ്ങളുള്ള ആളാണ് അച്ഛാ, രോഗശാന്തി വരമുണ്ട്, ആരെങ്കിലും മുമ്പിൽ വന്ന് അയാളെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ അച്ഛൻ, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞ ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് അച്ഛനോട് പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. കാരണം ഈ വ്യക്തിയുടെ വരങ്ങൾ പ്രകടമാകുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ മാരകമായ പാപത്താലുള്ള ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടത് ധ്യാനഗുരു കണ്ടതുകൊണ്ടാണ് ഇയാൾ കൂടെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞത്. ഞാൻ അയാളോട് പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഈ പാപവുമായി പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഭീകരമായ ഒരു പാപത്തിൽ പശ്ചാത്തപിക്കാതെ, തിരുത്താതെ, കുമ്പസാരിക്കാതെ ഈ ധ്യാനഗുരുവിൻ്റെ കൂടെ നടക്കുന്ന ആൾ സത്യം പറഞ്ഞാൽ വരങ്ങൾ പ്രകടമാകുന്നുണ്ട്, പക്ഷേ ആന്തരികമായ ഈ ശോഭ ഇല്ല അയാൾക്ക്. കാരണം അയാളിൽ പരിശുദ്ധാത്മാവിനെ അധിവസിക്കാൻ പറ്റുന്ന കൃപാവസ്ഥയില്ല, വരപ്രസാദമില്ല. വിശുദ്ധിയിലൂടെ ഉണ്ടാകുന്ന ഒരു വരപ്രസാദമുണ്ട്, അതില്ല. അത് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഈ വ്യക്തി ആ ധ്യാനഗുരുവിന് കൊടുക്കുന്ന പല സന്ദേശങ്ങളിൽ തെറ്റും വരുന്നുണ്ട്. ഇയാളോട് ഞാൻ പറഞ്ഞു, ധ്യാനഗുരുവിന് ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പാപമൊന്നും വെളിപ്പെടുത്തി കൊടുക്കില്ല, പക്ഷേ ഞാനൊരു കാര്യം തുറന്ന് പറയും, ഇദ്ദേഹം ഒരു 2-3 ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഇനി ടീമിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മതിയെന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ അത് പറയരുത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഈ ധ്യാനഗുരുവിനോട് തന്നെ എല്ലാം തുറന്ന് പറയൂ. ഒരു നല്ല കുമ്പസാരം നടത്തി നിങ്ങളുടെ ബലഹീനതകളൊക്കെ ധ്യാനഗുരുവിനോട് പറഞ്ഞ് ധ്യാനഗുരുവിന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം കൂടെ പോയാൽ മതി. ധ്യാനഗുരുവിനോട് അദ്ദേഹം പോയി പറയുകയും ധ്യാനഗുരു അദ്ദേഹത്തെ, ഞാൻ ഈ പറഞ്ഞ എന്നോട് സംസാരിച്ചുകൊണ്ടത് ധ്യാനഗുരുവിൻ്റെ അടുത്തേക്ക് ധ്യാനത്തിന് പറഞ്ഞു വിട്ടു. ഒരു ഡെലിവറൻസ് കിട്ടി. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാകുന്നുണ്ട് എവിടെയൊക്കെ പോയെന്ന്. ആ ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞ്, ബന്ധനവിടുതൽ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് ധ്യാനഗുരുവിനോട് അയാൾ തന്നെ അൽമായം തന്നെ പറഞ്ഞു, 1 വർഷത്തേക്ക് മുഴുവനും ദിവസവും 1 നേരം ഭക്ഷണം കഴിച്ച് ഞാനിനി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും പോകുന്നു. അച്ഛനതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. 1 വർഷം മുഴുവനും രാത്രി ഒരു 6 മണിക്കൂർ ഉറങ്ങും, ബാക്കിയുള്ള സമയം മുഴുവനും പ്രാർത്ഥനയും അത്യാവശ്യമുള്ള അവിടെയുള്ള ജോലികളൊക്കെ ചെയ്യും. ഒരു 2-3 മണിക്കൂർ, ബാക്കി മുഴുവൻ നേരം പ്രാർത്ഥനയായിട്ട് ധ്യാനത്തിൽ കഴിഞ്ഞു. 1 നേരം മാത്രം ഭക്ഷണം കഴിക്കും, അടുക്കളയിലേക്ക് പോയി സഹായിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ജീവിച്ച് അദ്ദേഹം തൻ്റെ ഈ ഒരു തിന്മയിൽ നിന്ന് മോചനം പ്രാപിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ കാണാൻ വേണ്ടി പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്, അന്ന് നമ്മൾ കണ്ട ധ്യാനഗുരുവിൻ്റെ ധ്യാന കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്, എൻ്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രശസ്തനായ ധ്യാനഗുരുവിൻ്റെ മുമ്പിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുചെന്ന് കഴിഞ്ഞ ഉടനെ എന്നോട് ചോദിച്ചു, അന്ന് നമ്മൾ കണ്ട ആളല്ലേ ഇത്? അതെ. കൊള്ളാമല്ലോ, നല്ല സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി നിൽക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഇതാണ് ആന്തരിക ശോഭ ഉണ്ടാകുമ്പോൾ ബാഹ്യമായ ശോഭ കാണപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം. ഇതാണ് യേശുവിലുള്ള ദൈവത്വമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വത്തിൻ്റെ ആ കൂട്ടായ്മയാണ് യേശുവിലുള്ള പ്രകാശത്തിൻ്റെ അടിസ്ഥാനം. ആ പ്രകാശമാണ് വസ്ത്രത്തിൽ വെളിവായത്. അപ്പോൾ
നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ തിരുസാന്നിധ്യ ഫലമായി ഉണ്ടാകുന്ന ശോഭയാണ് സത്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായി കാണപ്പെടുന്നത്. അതാണ് നമ്മുടെ ആത്മരക്ഷയുടെ അടിസ്ഥാനം. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ട പ്രഥമത. അല്ലാതെ ശാരീരികമായ മറ്റേതെങ്കിലും വലിയ പേഴ്സണാലിറ്റി തോന്നിക്കുന്ന വിധത്തിലുള്ള വലിയ ശരീരത്തിൻ്റെ വലിപ്പമോ വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതയോ അല്ലെങ്കിൽ നമ്മൾ സ്വരത്തിൻ്റെ പ്രത്യേകതയോ നമ്മുടെ ഗാംഭീര്യമോ ഒന്നുമല്ല. അതൊക്കെ ലൗകികമാണ്, മാനുഷികമാണ്, താൽക്കാലികമാണ്, ഒരു നിമിഷം കൊണ്ട് പോകാം. എന്നാൽ നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന ആന്തരിക ശോഭയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ വസ്ത്രം വെളുത്തായിട്ട് കാണപ്പെട്ടു. അവിടുത്തെ ഉള്ളിലുള്ള ശോഭയാണ് ആ വസ്ത്രത്തിൽ റിഫ്ലക്റ്റ് ചെയ്തത്, പ്രതിഫലിച്ചത്. ഈശോയെ, ഞങ്ങളെയും അങ്ങയുടെ ആ ശോഭയിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള തിരുസാന്നിധ്യം വഴിയുള്ള ഈ ദിവ്യമായ ദൈവികമായ ശോഭ അത് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും, ഞങ്ങളുടെ സ്വഭാവത്തിലും ശൈലികളിലും പ്രവൃത്തിയിലും ഞങ്ങളുടെ സംസാരത്തിലും ബന്ധങ്ങളെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.